വെൽക്കം ടു മൈ ക്ലാസ് റൂം. ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 5 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കാണ്. UNIT-4 ദ ഹാപ്പി പ്രിൻസ്, ഹെൽപ്പിംഗ് ഹാൻഡ്സ്. അപ്പോൾ നമുക്ക് സ്റ്റോറിയിൽ കിടക്കുന്ന മുമ്പ് ഒരു തോട്ടുമായിട്ട് ഒരു ചെറിയ ലിറ്റിൽ സ്റ്റോറി ഉണ്ട്. അപ്പോൾ ആ സ്റ്റോറി നമുക്ക് ആദ്യം വായിക്കാം. ഇറ്റ് വാസ് ഫ്രൈഡേ നൈറ്റ്. അതൊരു വെള്ളിയാഴ്ചയിലെ രാത്രിയായിരുന്നു. മിഥുൻ വാസ് റിലാക്സിങ് ഇൻ എ ചെയർ. മിഥുൻ ചെയറിലിരുന്ന് റിലാക്സ് ചെയ്യുകയായിരുന്നു. ഹി വാസ് വാച്ചിങ് ഹിസ് ഫേവറേറ്റ് TV ഷോ. ചെയറിലിരുന്നുകൊണ്ട് അവൻ TV കാണുകയാണ്. അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷോ കാണുകയാണ്. ഹിസ് മദർ വാസ് ഇൻ ദ കിച്ചൺ ക്ലീനിങ് ഡിഷസ്, പോട്ട്സ് ആൻഡ് പാൻസ്. അപ്പോൾ അമ്മ അടുക്കളയിലാണ് അല്ലേ. അടുക്കളയിൽ പാത്രങ്ങളും പോട്ട്, പാന്, അങ്ങനെ എല്ലാം കഴുകി വൃത്തിയാക്കിയാണ് അമ്മ. ഫീലിംഗ് ടയേർഡ് ഷീ ഡിസൈഡഡ് ടു ടേക്ക് റെസ്റ്റ് ഫോർ സം ടൈം. അപ്പോൾ ഇത്രയും പണി ചെയ്തപ്പോൾ ടയേർഡായി എന്ന് തോന്നിയ സമയത്ത് അമ്മ തീരുമാനിച്ചു കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന്. മിഥുൻ നോട്ടീസ്ഡ് ഹിസ് മദർ ഗോയിങ് ടു ബെഡ് ഏർലി. അപ്പോൾ ഇത് ആര് കാണുന്നുണ്ടായിരുന്നു? മിഥുൻ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ മിഥുൻ അത് നോട്ടീസ് ചെയ്തു, അമ്മ നേരത്തെ കിടക്കാൻ പോകുന്നു എന്നത്. ഹി ആസ്ക്ഡ്, ആർ യു ഓൾ റൈറ്റ് മോം? എന്നിട്ട് അവൻ ചോദിച്ചു, അമ്മ ഓക്കെ ആണോ എന്ന്. ഐ ആം ഓക്കെ, ബട്ട് ഐ നീഡ് ടു ടേക്ക് റെസ്റ്റ് ഫോർ എ വൈൽ, ഷീ റിപ്ലൈഡ്. അപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ ഓക്കെ ആണ്, എനിക്കിപ്പോൾ കുറച്ച് നേരം റെസ്റ്റിൻ്റെ അത്യാവശ്യമുണ്ട് അല്ലേ എന്ന് അമ്മ മറുപടി പറഞ്ഞു. മിഥുൻ ഫെൽറ്റ് എ ബിറ്റ് സോറി. ഐ ഷുഡ് ഹാവ് ഹെൽപ്ഡ് മദർ, ഹി തോട്ട്. അപ്പോൾ അവനൊരു വിഷമം തോന്നിയില്ലേ, ഞാൻ അമ്മയെ ഹെൽപ്പ് ചെയ്യണമായിരുന്നു എന്നവനൊരു തോന്നൽ വന്നു. ഹി ഫെൽറ്റ് വെരി ഗിൽട്ടി. അവനോട് തന്നെ കുറ്റബോധം തോന്നി. ഹി ഗോട്ട് അപ്പ് ആൻഡ് വെൻറ്റ് ടു ദ കിച്ചൺ. TV കാണുമായിരുന്നു അല്ലേ മിഥുൻ. അവിടെ നിന്ന് എണിച്ച് അവൻ കിച്ചണിലേക്ക് പോയി. ഹി ക്ലീൻഡ് എവ്രി പാൻ ആൻഡ് പോട്ട്. എല്ലാ പാത്രങ്ങളും അവൻ ക്ലീൻ ചെയ്തു. ഹി വാഷ്ഡ് ഓൾ ദ ഡിഷസ് ആൻഡ് സ്ക്രബ്ഡ് എവറി ലിറ്റിൽ സ്പോട്ട്. ചെറിയ കറകളും നന്നായി വൃത്തിയായിട്ട് സ്ക്രബ് ചെയ്ത് അവൻ കഴുകി വൃത്തിയാക്കി എല്ലാ പാത്രങ്ങളും. ദ കിച്ചൺ ലുക്ക് വെരി ക്ലീൻ ആൻഡ് സീം ടു സ്പാർക്കിൾ. അപ്പോൾ ഇപ്പോൾ കിച്ചണ് കാണാൻ ഭയങ്കര ക്ലീനാണ്, തിളങ്ങാനും തുടങ്ങി അല്ലേ ആ ഒരു വൃത്തി കൊണ്ട്. മിഥുൻ വാസ് റിയലി ഹാപ്പി സിൻസ് ഹി ഹാഡ് മെയ്ഡ് എ ഡിഫറൻസ്. അപ്പോൾ മിഥുൻ ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് അല്ലേ. അപ്പോൾ അവനൊരു മാറ്റം അവനാൽ ചെയ്യാൻ പറ്റി എന്നുള്ള സന്തോഷത്തിലാണ് മിഥുൻ. After a while, when Midhun's mother woke up and went to the kitchen to finish the rest of the work, she was really surprised. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം മിഥുൻ്റെ അമ്മ എണീറ്റ് കിച്ചണിലോട്ട് പോയി ബാക്കി പണികൾ തീർക്കാനായിട്ട്. അവിടെ എത്തുന്ന സമയത്ത് അമ്മ സർപ്രൈസായി. എന്താ കാരണം? അവിടെ എല്ലാം ക്ലീനായി കിടക്കുകയാണ് അല്ലേ. ഷീ കുഡ് നോട്ട് ബിലീവ് ഹെർ ഐസ്. അമ്മയ്ക്ക് അവരുടെ കണ്ണിനെ വിശ്വസിക്കാൻ പറ്റാതായി. ദ കിച്ചൺ വാസ് സോ ക്ലീൻ. കിച്ചൺ ഇപ്പോൾ ഭയങ്കര ക്ലീനാണ്. ഷി വാസ് വെരി ഹാപ്പി ദാറ്റ് ഹെർ സൺ ഹാഡ് ഹെൽപ്ഡ് ഹെർ. അപ്പോൾ അമ്മ ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്, കാരണം സണ്ണ് ഹെൽപ്പ് ചെയ്തു എന്നതുകൊണ്ട് അമ്മ ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഷി വെൻറ്റ് ടു മിഥുൻസ് ബെഡ് ആൻഡ് ഹഗ്ഡ് ഹിം. അപ്പോൾ ഓടി ചെന്ന് മിഥുനോട് അടുത്തേക്ക് ഓടിയിട്ട് ഹഗ് ചെയ്തു. താങ്ക് യു മൈ ഡിയർ ഫോർ കെയറിങ് മീ സോ മച്ച്, യു ആർ റിയലി എ നൈസ് ചൈൽഡ്. എന്നിട്ട് അമ്മ പറയാണ്, താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ എത്രയും കെയർ ചെയ്തതിന് ഒരുപാട് താങ്ക് യു പറഞ്ഞു. നീയാണ് ഏറ്റവും നല്ല കുട്ടിയെന്ന് അമ്മ പറഞ്ഞു. മിഥുൻ അണ്ടർസ്റ്റുഡ് ദെൻ ദാറ്റ് ഹെൽപ്പിംഗ് അതേഴ്സ് മേക്ക് ദം ഹാപ്പി ആൻഡ് ഇറ്റ് മേക്സ് വൺ ഹാപ്പി ടു. അപ്പോഴാണ് മിഥുൻ മനസ്സിലാക്കിയത് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക എന്നതുള്ളത് അവരെ തന്നെ ഹാപ്പി ആക്കും, അതേമാതിരി തന്നെ മറ്റുള്ളവരെയും ഹാപ്പി ആക്കും എന്ന് അവൻ മനസ്സിലാക്കി. ഹൗ ഡിഡ് മിഥുൻ ഹെൽപ്പ് ഹിസ് മദർ? എങ്ങനെയാണ് മിഥുൻ അവൻ്റെ അമ്മയെ സഹായിച്ചത്? അമ്മയ്ക്ക് വയ്യ എന്ന് തോന്നിയപ്പോൾ അല്ലേ, അപ്പോഴാണ് അവന് തോന്നിയത് അമ്മനെ സഹായിക്കണമെന്ന്. അങ്ങനെയാണ് അവൻ അമ്മനെ സഹായിച്ചത്. ഇഫ് യു വേർ ഇൻ മിഥുൻസ് പ്ലേസ് വാട്ട് വുഡ് യു ഡു? നിങ്ങളാണ് മിഥുൻ്റെ സ്ഥാനത്തെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ഡു യു തിങ്ക് മിഥുൻ ഈസ് എ നൈസ് ചൈൽഡ്? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ മിഥുന് നല്ലൊരു കുട്ടിയാണെന്ന്? ഡു യു ഹെൽപ്പ് യുവർ പാരൻസ് ഇൻ ഹൗസ് ഹോൾഡ് വർക്ക്? നിങ്ങൾ മിഥുനുമാരി
നിങ്ങളുടെ പാരൻസിൻ്റെ വീട്ടുജോലികളിലെല്ലാം നിങ്ങൾ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? The Happy Prince. There was a prince in a faraway land who was always happy. കുറച്ച് ദൂരെയുള്ള ഒരു സ്ഥലത്ത് ഒരു പ്രിൻസ് ഉണ്ടായിരുന്നു. അദ്ദേഹം എപ്പോഴും ഭയങ്കര ഹാപ്പിയാണ്, സന്തോഷവാനായിരുന്നു. When he died, the courtiers of the palace made the statue of the happy prince and put it up high in the town. അപ്പോൾ അദ്ദേഹം മരിച്ച ശേഷം ആ പാലസിലുള്ള ആൾക്കാരെന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാച്യു, ഒരു പ്രതിമ ഉണ്ടാക്കി. എന്നിട്ട് അതൊരു വലിയ തൂണിൽ, അതായത് നല്ല ഹൈറ്റിൽ, ആ ടൗണിൽ തന്നെ ഭയങ്കര ഹൈറ്റിലാണ് ആ സ്റ്റാച്യു വെച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കിനി കഥ വായിക്കാം. High above the city, on a tall column, stood the statue of the happy prince. അപ്പോൾ ആ സിറ്റിയിലെ ഏറ്റവും പൊക്കത്തിലായിട്ടാണ്, ഒരു തൂണിൻ്റെ മേലെ ആയിട്ടാണ് ആരെയുള്ളത്? ഹാപ്പി പ്രിൻസ് എന്ന് പറയുന്ന അതിൻ്റെ സ്റ്റാച്യു, ആ പ്രിൻസിൻ്റെ സ്റ്റാച്യു, അതായത് പ്രതിമ. ഹി വാസ് ഗിൽഡഡ് ഓൾ ഓവർ വിത്ത് തിൻ ലീവ്സ് ഓഫ് ഫൈൻ ഗോൾഡ്. അപ്പോൾ അദ്ദേഹം നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഗോൾഡാൽ, അതായത് സ്വർണ്ണത്താലാണ്. ഫോർ ഐസ് ഹി ഹാഡ് 2 ബ്രൈറ്റ് സഫറീസ്. കണ്ണുകൾക്ക് 2 ബ്രൈറ്റായിട്ടുള്ള സഫറീസ്. സഫറീസ് എന്ന് പറഞ്ഞാൽ രത്നങ്ങളാണ്. ആൻഡ് എ ലാർജ് റെഡ് റൂബി ഗ്ലോഡ് ഓൺ ഹിസ് സോഡ് ഹിൽഡ്. സോഡ് ഹിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വാള്, അത് എന്താൽ തിളങ്ങുകയാണ്? റെഡ് റൂബി, പവിഴത്താൽ തിളങ്ങുകയാണ്. ഹി വാസ് വെരി മച്ച് അഡ്മയർഡ് ഇൻഡീഡ്. ബി ലൈക്ക് ദ ഹാപ്പി പ്രിൻസ്, ഹി നെവർ ക്രൈസ് ഫോർ എനിത്തിങ്, സെഡ് എ മദർ ടു ഹർ ലിറ്റിൽ ബോയ് ഹു വാസ് ക്രൈയിങ് ഫോർ ദ മൂൺ. അപ്പോൾ ഒരു കുഞ്ഞു കുട്ടി എന്താണ്? മൂണിന് വേണ്ടി, അതായത് ചന്ദ്രന് വേണ്ടി കരയാണ്. അപ്പോൾ അവൻ്റെ അമ്മ അവനോട് പറയാണ്, നീ എങ്ങനെ ആവണം? ഒരു ഹാപ്പി പ്രിൻസ് മാതിരി ആകണം. അദ്ദേഹം ഒരു കാര്യത്തിന് വേണ്ടി എന്ത് ചെയ്യാറില്ല? കരയാറില്ല എന്ന് ആ അമ്മ ആ കുട്ടിയോട് പറയുകയാണ്. ഐ ആം ഗ്ലാഡ് ദർ ഈസ് സംവൺ ഇൻ ദ വേൾഡ് ഹു ഈസ് ക്വൈറ്റ് ഹാപ്പി, മട്ടേഡ് എ ഡിസപ്പോയിൻറ്റഡ് മാൻ. അപ്പോൾ അവിടെ നിരാശനായിരുന്ന ഒരാൾ പിറുപിറുക്കുകയാണ്, ഞാൻ ഹാപ്പിയാണ് അല്ലേ, ഞാൻ സന്തോഷവാനാണ്. എന്തുകൊണ്ടാണ്? ഈ ലോകത്ത് ഒരാളെങ്കിലും ഉണ്ടല്ലോ ഹാപ്പി ആയിട്ട് എന്ന് അയാൾ പറയാണ്. ദ ലിറ്റിൽ സോളോ. വൺ നൈറ്റ് ദർ ഫ്ലൂ ഓവർ ദ സിറ്റി എ ലിറ്റിൽ സോളോ. ഒരു രാത്രി ആ സിറ്റിയിലൂടെ ഒരു ലിറ്റിൽ സോളോ, ഒരു ചെറിയ മീവൽ പക്ഷി പറന്നു. His friends had gone away to Egypt to save themselves from the approaching winter. വരുന്ന വിൻ്റർ, മഞ്ഞുകാലത്ത് നിന്ന് അവരെ സേവ് ചെയ്യാനായിട്ട്, അവനെ രക്ഷിക്കാനായിട്ട് അവരെങ്ങോട്ട് പോയി? ഫ്രണ്ട്സ് എല്ലാവരും ഈജിപ്തിലോട്ട് പോവാണ്. Where shall I stay? He asked himself. അപ്പോൾ അവനോട് ചോദിക്കുകയാണ്, ഞാൻ എവിടെ പോകും? Then he saw the statue on the tall column. I will stay there, he cried. He alighted just between the feet of the happy prince. അപ്പോഴാണ് സോളോ ബേർഡ് എന്ത് കണ്ടത്? ഹാപ്പി പ്രിൻസിൻ്റെ സ്റ്റാച്യു കണ്ടു. അപ്പോൾ അവൻ പറഞ്ഞു, ഞാനിവിടെ സ്റ്റേ ചെയ്യാം എന്ന് കരഞ്ഞുകൊണ്ട് പറയണം. എന്നിട്ട് ഹാപ്പി പ്രിൻസിൻ്റെ ഫീറ്റിൽ ഇരുന്നു. ഐ ഹാവ് എ ഗോൾഡൻ റെഡ് റൂം, ഹി സെഡ്. എന്നിട്ട് അവൻ പറഞ്ഞു, എനിക്കെന്താണ്? സ്വർണ്ണത്താൽ നിറച്ചുള്ള സ്വർണ്ണം കൊണ്ടുണ്ടാക്കിയ ബെഡ്റൂമാണെന്ന് അവൻ പറഞ്ഞു. When he put his head under his wing, a large drop of water fell on him. അപ്പോൾ അവൻ്റെ തല, അവനെങ്ങനെയാണ്? ചിറകുകളുടെ അടിയിൽ ഒളിപ്പിച്ച് വെച്ച് കിടന്ന സമയത്ത് അവൻ്റെ തലയിലേക്ക് ഒരു വലിയ ഡ്രോപ്പ്, ഒരു വലിയ തുള്ളി വെള്ളം വീഴാൻ തുടങ്ങി. What a curious thing, he cried. There is not a single cloud in the sky. The stars are quite clear and bright, and yet it is raining. എന്നിട്ട് അവൻ പറയാണ്, എന്തൊരു വിചിത്രമായ സംഭവമാണ്, ആകാശത്ത് മേഘങ്ങളില്ല, നക്ഷത്രങ്ങളാണല്ലോ, ക്ലിയർ ആയിട്ടുണ്ട് അല്ലേ, നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്, എന്നിട്ട് ഇപ്പോൾ മഴ പെയ്യാണോ എന്ന് അവൻ ചോദിക്കുകയാണ്. ദെൻ അനദർ ഡ്രോപ്പ് ഫെൽ. അപ്പോഴാണ് വേറൊരു തുള്ളി ഒറ്റി. ഐ മസ്റ്റ് ലുക്ക് ഫോർ അനദർ പ്ലേസ്, ഹി സെഡ് ആൻഡ് വാസ് എബൌട്ട് ടു ഫ്ലൈ എവേ. അപ്പോൾ അവൻ തീരുമാനിച്ചു, എനിക്ക് വേറെ ഏതെങ്കിലും പ്ലേസ് കണ്ടെത്തണം എന്ന്. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? പറക്കാനായിട്ട് തുടങ്ങി. ബട്ട് ബിഫോർ ഹി ഹാഡ് ഓപ്പൺഡ് ഹിസ് വിങ്സ് എ തേർഡ് ഡ്രോപ്പ് ഫെൽ ആൻഡ് ഹി ലുക്ക്ഡ് അപ്പ് ആൻഡ് സോ. അപ്പോൾ
പറക്കുന്നതിന് മുമ്പ് അവൻ്റെ വിങ്സ് നിവർത്തിക്കൊണ്ട് നിന്നപ്പോൾ വേറൊരു തുള്ളി കൂടി ഒറ്റി. അപ്പം അവൻ മേലോട്ട് നോക്കി ഹാ എന്ന് പറഞ്ഞു. എന്താവും സംഭവിച്ചിട്ടുണ്ടാവുക? നമുക്ക് നോക്കാം. The tears. The eyes of the happy prince were filled with tears and tears were running down his golden cheeks. അപ്പോൾ ഹാപ്പി പ്രിൻസിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരാണ് വീഴുന്നത് അല്ലേ? അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കണ്ണുനീരാൽ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ആ കണ്ണുനീര് അദ്ദേഹത്തിൻ്റെ ഗോൾഡൻ ചീക്സ്, ഗോൾഡൻ കവിളിലൂടെ ഒഴുകി താഴോട്ട് വരികയാണ്. His face was so beautiful in the moonlight that the little swallow was filled with pity. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം ബ്യൂട്ടിഫുൾ ആണ് അല്ലേ? ആ മൂൺലൈറ്റ്, ആ പ്രകാശത്തിന് തിളങ്ങുകയാണ്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ മുഖം. അപ്പോൾ ലിറ്റിൽ സ്വലോ ഇത് കണ്ട് അദ്ദേഹത്തിനോട് ഒരു അനുകമ്പ തോന്നി. ഹു ആർ യു? ഹി ആസ്ക്ഡ്. അപ്പോൾ സ്വോളോ ബേർഡ് ചോദിച്ചു, നീ ആരാണ് എന്ന് ചോദിച്ചു. ഐ ആം ദ ഹാപ്പി പ്രിൻസ്. വൈ ആർ യു വീപ്പിംഗ് ദെൻ? ആസ്ക്ഡ് ദ സ്വോളോ. അപ്പോൾ സ്വോളോ ബേർഡ് ചോദിച്ചു, നീ പിന്നെ എന്തിനാണ് ഈ വിലപിക്കുന്നത് അല്ലേ? അതായത് എന്തിനാണ് അങ്ങനെ കരയുന്നത്? വെൻ ഐ വാസ് അലൈവ് ഐ ഡിഡ് നോട്ട് നോ വാട്ട് ടിയേഴ്സ് were. അതായത് ഞാൻ ജീവിച്ചിരുന്നപ്പോൾ കണ്ണുനീര് എന്താണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഐ lived in the palace. ഞാൻ പാലസിലാണ് ജീവിച്ചിരുന്നത്. സോറോ വാസ് നോട്ട് അലൗഡ് ടു എൻ്റർ there. അവിടെ സങ്കടങ്ങൾക്കോ ദുഃഖങ്ങൾക്കോ എന്ത് ചെയ്യില്ല, ഒരു എൻട്രി ഇല്ല. എവറിത്തിങ് അബൌട്ട് മീ വാസ് സോ ബ്യൂട്ടിഫുൾ. എന്നാൽ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്തായിരുന്നു? ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. മൈ കൺട്രിയേഴ്സ് കോൾഡ് മീ ദ ഹാപ്പി പ്രിൻസ്. അപ്പോൾ ആ കൺട്രിയിലുള്ള എല്ലാവരും എന്നെ എന്താണ് വിളിച്ചത്? ഹാപ്പി പ്രിൻസ് എന്നാണ് വിളിച്ചത്. ആൻഡ് ഹാപ്പി ഇൻഡീഡ് ഐ വാസ് ഇഫ് പ്ലഷർ ബി ഹാപ്പിനെസ്. സോ ഐ lived ആൻഡ് സോ ഐ ഡൈഡ്. അപ്പോൾ അങ്ങനെ ഞാൻ ജീവിക്കുകയും ചെയ്തു, മരിക്കുകയും ചെയ്തു. ആൻഡ് നൗ ദാറ്റ് ഐ ആം ഡെഡ്. ഇപ്പം ഞാൻ എന്താണ്? മരിച്ചു. ദേ ഹാവ് സെറ്റ് മീ അപ്പ് ഹിയർ ഹൈ. മരിച്ച ശേഷം അവരെല്ലാവരും എന്നതാ ഈ പൊക്കത്തിലേക്ക് ഒരു സ്റ്റാച്ചു ആയിട്ട് വെച്ചിരിക്കുകയാണ്. I can see all the ugliness and the misery of my city, and though my heart is made up of lead, I cannot but I weep. അപ്പോൾ ഇപ്പോഴാണ് ആ സിറ്റിയുടെ എല്ലാ അഗ്ലിനെസ്സും പ്രിൻസിനെ കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഇപ്പം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ? അദ്ദേഹത്തിൻ്റെ ഹൃദയം ഇപ്പോൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ലെഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിനിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വിലപിക്കുക മാത്രമേ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുള്ളൂ. The request. Far away, continued the statue in a low musical voice. Far away in a little street there is a poor house. അപ്പം അങ്ങ് ദൂരെ ഒരു ചെറിയ സ്ട്രീറ്റിൽ ഒരു ചെറിയ അല്ലേ ഒരു പുവർ ഹൗസ് ഉണ്ട് എന്ന് പറഞ്ഞു. One of the windows is open and through it I can see a woman seated at a table. അപ്പോൾ അവിടുത്തെ ഒരു ജനൽ എന്താണ്? ഓപ്പണാണ്, തുറന്നു കിടക്കുന്നുണ്ട്. അതിലൂടെ എനിക്കൊരു വുമണിനെ കാണാൻ പറ്റും. ആ വുമൺ ടേബിളിൽ ഇരിക്കുകയാണ് എന്ന് പറയണം. ഷീ ഈസ് സോ ടയേർഡ്. അവൾ ഭയങ്കര ടയേർഡാണ് അല്ലേ? ക്ഷീണിച്ചിരിക്കുകയാണ്. ഇൻ എ ബെഡ് ഇൻ ദ കോർണർ ഓഫ് ദ റൂം ഹർ ലിറ്റിൽ ബോയ് ഈസ് ലൈയിങ് ഇൽ. റൂമിലെ ഒരു ബെഡിലെ കോർണറിൽ അറ്റത്തായിട്ട് ഒരു ചെറിയ കുട്ടി എന്താണ്? അസുഖത്തോടെ കിടക്കുകയാണ്. ഹി ഹാസ് എ ഫിയർ ആൻഡ് ഈസ് ആസ്കിങ് ഫോർ ഓറഞ്ചസ്. ആ കുട്ടിക്ക് ഇപ്പം എന്താണ്? പനിയാണ്. അവൻ എന്താണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? ഓറഞ്ചസ് വേണമെന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിസ് മദർ ഹാസ് നത്തിങ് ടു ഗീവ് ഹിം ബട്ട് റിവർ വാട്ടർ, സോ ഹീ ഈസ് ക്രൈയിങ്. പക്ഷെ അവൻ്റെ അമ്മയ്ക്ക് അവനൊന്നും കൊടുക്കാൻ സാധിക്കില്ല. എന്ത് മാത്രമേ കൊടുക്കാൻ സാധിക്കുള്ളൂ? റിവർ വാട്ടർ, പുഴവെള്ളം മാത്രമേ കൊടുക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് അവനിപ്പോൾ കരയുകയാണ്. സ്വാളോ സ്വാളോ ലിറ്റിൽ സോളോ, വിൽ യു നോട്ട് ബ്രിങ് ഹർ ദ റൂബി ഔട്ട് ഓഫ് മൈ സോട്ട് ഹിൽ. ഹാപ്പി പ്രിൻസ് പറയാണ്, സോളോ ബേർഡ് നീ എന്ത് ചെയ്യൂ? എൻ്റെ വാളിലുള്ള ആ റൂബിയില്ലേ അതെന്ത് ചെയ്യൂ? ഒന്ന് എടുത്ത് മാറ്റി തരുമോ എന്ന് ചോദിക്കുകയാണ്. ഐ ആം വെയിറ്റഡ് ഫോർ ഇൻ ഈജിപ്റ്റ് സെഡ് ദ സോളോ, മൈ ഫ്രണ്ട്സ് ആർ ഫ്ലൈയിങ് അപ്പ് ആൻഡ് ഡൗൺ ദ നൈൽ. അപ്പോൾ സോളോ ബേർഡ് പറയാണ്, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഈജിപ്തിലെത്തിയില്ലേ, നൈലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്.
"Swallow, swallow, little swallow," said the prince. "Will you not stay with me for one night and be my messenger?" The boy is so thirsty and the mother so sad. ഹാപ്പി പ്രിൻസ് പറയാണ്, നീ ഒരു രാത്രിയില്ലേ എൻ്റെ കൂടെ സ്റ്റേ ചെയ്യില്ലേ എൻ്റെ മെസ്സഞ്ചറായിട്ട്? കാരണം എന്താണ്? ആ ബോയ് ഭയങ്കര തേഴ്സ്റ്റിയാണ്, അമ്മ ഭയങ്കര സാഡാണ്, സങ്കടത്തിലാണ്. "ഐ ഡോണ്ട് തിങ്ക് ഐ ലൈക്ക് ബോയ്സ്," ആൻസേർഡ് ദ സോളോ. അപ്പോൾ സോളോ മറുപടി, ഞാൻ വിചാരിക്കുന്നില്ല എനിക്ക് ബോയ്സിനെ ഇഷ്ടമാണെന്ന്. "Last summer, when I was staying on the riverside, there were 2 rude boys who always threw stones at me." അപ്പോൾ കഴിഞ്ഞു പോയ സമ്മർ ടൈം, വേനൽക്കാലത്തെ സമയത്ത് ഞാൻ പുഴക്കരികിൽ ഇരിക്കുന്ന സമയത്ത് 2 റൂഡായിട്ടുള്ള ബോയ്സ് എൻ്റെ മേലെ കല്ലെറിയുന്നുണ്ടായിരുന്നു. "They never hit me, of course. We solo fly far too well for that." അപ്പോൾ അത് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, എന്നെ ഹിറ്റ് ചെയ്തില്ല. പക്ഷേ എന്നാൽ കൂടി ഞങ്ങൾക്ക് സോളോ ബേർഡ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ദൂരത്തേക്ക് പറക്കാൻ പറ്റും അല്ലേ എന്ന് സോളോ ബേർഡ് പറഞ്ഞു. The messenger. The happy prince looked so sad that the swallow was worried. "It is very cold here," he said, "but I will stay with you for one night and be your messenger." അപ്പോൾ ഹാപ്പി പ്രിൻസ് ഭയങ്കര സങ്കടത്തിലാണ് അല്ലേ കാണാൻ. അപ്പോൾ സോളോ ബേർഡ് സഹതാപം തോന്നി. അപ്പോൾ "ഇറ്റ് ഈസ് വെരി കോൾഡ് ഹിയർ." അപ്പോൾ സോളോ ബേർഡ് പറയുകയാണ്, ഇവിടെ ഭയങ്കര തണുപ്പാണ്, പക്ഷെ എന്നാൽ കൂടിയും ഞാൻ എന്ത് ചെയ്യാം, ഒരു രാത്രി ഇവിടെ സ്റ്റേ ചെയ്യാം. ടു ബി യുവർ മെസ്സഞ്ചർ, നിൻ്റെ മെസ്സഞ്ചറായിട്ട് ഞാൻ അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യാമെന്ന് സോളോ ബേർഡ് പറഞ്ഞു. "താങ്ക് യു ലിറ്റിൽ സോളോ," സെഡ് ദ പ്രിൻസ്. പ്രിൻസ് പറഞ്ഞു താങ്ക് യു എന്ന് പറഞ്ഞു. So the swallow picked out the ruby from the prince's sword and flew away with it in his beak over the roofs of the town. സോളോ ബേർഡ് പ്രിൻസിൻ്റെ വാളിലുള്ള ആ റൂബി എടുത്തു, എന്നിട്ട് അതുകൊണ്ട് അത് അവൻ്റെ ബീക്കിൽ വെച്ചുകൊണ്ട് ടൗണിൻ്റെ മേൽക്കൂരകളുടെ മേലെ പറന്നു പോകുകയാണ്. എങ്ങോട്ടാണ് ഈ പറന്നു പോകുന്നത്? ആ പുവർ ഹൗസിലേക്കാണ് പറന്നു പോകുന്നത്. At last he came to the poor house and looked in. അപ്പോൾ അവസാനം അവൻ ആ പുവർ ഹൗസിലേക്ക് എത്തി, എന്നിട്ട് അകത്തേക്കൊന്ന് കയറി. The boy was tossing feverishly on his bed and the mother had fallen asleep. അപ്പോൾ ബോയ് പനിയോടെ കിടക്കയിലുണ്ട്, അമ്മ ആഴ്ന്ന ഉറക്കത്തിലുമാണ്. He laid the ruby on the table. ആ ടേബിളിൻ്റെ അവിടെ സോളോ ബേർഡ് റൂബി വെച്ചു. Then he flew gently round the bed, fanning the boy's forehead with his wings. പിന്നെ ആ ബെഡിന് മേലെ കൂടെ പറന്നു. എന്തിനാണ്? അവൻ്റെ ചിറകുകളാൽ ബോയിൻ്റെ നെറുനെറ്റിയിൽ കാറ്റ് വീശാനായിട്ട്. Then the swallow flew back to the happy prince and told him what he had done. എന്നിട്ട് സോളോ ബേർഡ് പറന്ന് തിരിച്ച് അതിൻ്റെ അടുത്ത് പോയി, ഹാപ്പി പ്രിൻസിൻ്റെ അടുത്ത് പോയി സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു. "I feel quite warm now, although it is so cold." അപ്പോൾ ഇപ്പോൾ സോളോ ബേർഡ് പറയുകയാണ്, ഇപ്പോൾ എനിക്ക് കുറച്ചൊരു വാംനെസ് അനുഭവപ്പെടുന്നുണ്ട് എന്ന്, ഇവിടെ തണുപ്പാണെങ്കിലും കൂടി ഒരു വാമ ഞാൻ അനുഭവപ്പെടുന്നു എന്ന് പറയുകയാണ്. "That is because you have done a good deed," said the prince. The swallow fell asleep. അപ്പോൾ പ്രിൻസ് പറയാണ്, കാരണം നീ ഒരു നല്ല കാര്യം ചെയ്തിരിക്കുകയാണ്, അതാണ് നിന്നെ വാമയിപ്പിക്കുന്നത് എന്നാണ് പ്രിൻസ് പറഞ്ഞത്. അങ്ങനെ സോളോ ബേർഡ് ഫെൽ asleep. അങ്ങനെ സോളോ ബേർഡ് ഉറങ്ങി. ഇതിന് ശേഷം എന്തു നടക്കുമെന്ന് നമുക്ക് അടുത്ത ഭാഗത്തിൽ പഠിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.